ലക്ഷദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടി. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഗുജറാത്ത് സ്വദേശിയും തീവ്ര ഹിന്ദുത്വവാദിയുമായ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുല് പട്ടേല് ലക്ഷദ്വീപിന്റെ സാംസ്കാരിക തനിമ തകർക്കാൻ സ്വീകരിച്ചുവരുന്ന ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണ് അറബി, മഹല് ഭാഷകളെ ഒഴിവാക്കാനുള്ള തീരുമാനം. സ്കൂള് പാഠ്യപദ്ധതിയിൽ നിന്ന് മഹല്, അറബി ഭാഷകളെ ഒഴിവാക്കിയ നടപടിയിൽ ലക്ഷദ്വീപ് ഭരണകൂടത്തിന് തിരിച്ചടി. കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ പദ്ധതിയുടെ പേരില് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ ഡയറക്ടർ പത്മാകർ റാം ത്രിപാഠിയുടെ വിജ്ഞാപനം മരവിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ലക്ഷദ്വീപ് സ്വദേശിയും നാഷണൽ സ്റ്റുഡന്റ്സ് യൂണിയന് ലക്ഷദ്വീപ് പ്രസിഡന്റുമായ ഹജാസ് അക്ബറിന്റെ പൊതുതാത്പര്യ ഹർജിയിലാണ് കേസ് തീർപ്പാക്കുന്നതുവരെ ഭാഷകളെ ഒഴിവാക്കിയ നടപടി നിർത്തിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിതിന് ജംദാര്, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ച് ഉത്തരവിറക്കിയത്. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുന്നതിനു മുമ്പ് ഇതു സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് ലക്ഷദ്വീപിന് നിർദ്ദേശവും നൽകി കോടതി. ഗുജറാത്ത് സ്വദേശിയും തീവ്ര ഹിന്ദുത്വവാദിയുമായ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുല് പട്ടേല് ലക്ഷദ്വീപിന്റെ സാംസ്കാരിക തനിമ തകർക്കാൻ സ്വീകരിച്ചുവരുന്ന ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണ് അറബി, മഹല് ഭാഷകളെ ഒഴിവാക്കാനുള്ള തീരുമാനം. പകരം സ്കൂളുകളിലെ 1-2 ഭാഷകളായ മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദി പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വിജ്ഞാപനത്തിൽ പറയുന്നത്. മിനിക്കോയ് ദ്വീപിലെ 15,000-തോളം പേര് സംസാരിക്കുന്നതും ലക്ഷദ്വീപ് ജനതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതുമാണ് മഹല് ഭാഷ. എല്ലാ വർഷവും ഫെബ്രുവരി 21 മഹല് ഭാഷാ ദിനമായി ആചരിക്കുന്നത് ദ്വീപും ഈ ഭാഷയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വിരല് ചൂണ്ടുന്നു. ദ്വീപിലെ കേരള സിലബസിൽ പഠിപ്പിച്ചുവരുന്ന ഭാഷയാണ് അറബി. ലക്ഷദ്വീപിലെ 34 സ്കൂളുകളിൽ 26ഉം കേരള സിലബസാണ് സ്വീകരിച്ചുവരുന്നത്. പ്രദേശവാസികളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അറബി ഭാഷയും. ദ്വീപില് 3000-ൽ-പരം വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിക്കുന്നു. 7 പതിറ്റാണ്ടായി സ്കൂള് സിലബസിന്റെ ഭാഗമായി തുടരുന്ന ഈ ഭാഷകളെയാണ് ത്രിഭാഷാ പദ്ധതിയുടെ മറപിടിച്ച് ഇല്ലായ്മ ചെയ്യാന് ലക്ഷദ്വീപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമാണ് ഈ നടപടി. ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഏതു വിഭാഗത്തിനും അവരുടെ ഭാഷയും ലിപിയും സംരക്ഷിക്കാന് ഭരണഘടന ആർട്ടിക്കിൾ 29 അവകാശം നൽകുന്നുണ്ട്. കുട്ടികളുടെ മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടതെന്ന് ആർട്ടിക്കിൾ 350 നിർദ്ദേശിക്കുന്നു. ജനങ്ങളുടെയും അതാത് പ്രദേശത്തിന്റെയും താത്പര്യങ്ങള്, ഭരണഘടനാ വ്യവസ്ഥകള്, ദേശീയ ഐക്യം എന്നിവ കൂടി പരിഗണിച്ചായിരിക്കണം ത്രിഭാഷാ പദ്ധതി നടപ്പാക്കേണ്ടതെന്നും ഒരു ഭാഷയും ആരുടെ മേലിലും അടിച്ചേൽപ്പിക്കരുതെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിലും പറയുന്നു. ഇതടിസ്ഥാനത്തിലാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര ശ്രമത്തെ തമിഴ്നാട് ചെറുത്തുനിൽക്കുന്നത്. ജനസംഖ്യ വളരെ കുറഞ്ഞ ലക്ഷദ്വീപിൽ കാര്യമായ എതിർപ്പില്ലാതെ നടപ്പാക്കാവുന്നതാണെന്ന ചിന്തയിലാണ് പ്രഫുല് പട്ടേല് ഭരണകൂടം ആവശ്യമായ ചർച്ചകളോ പഠനങ്ങളോ നടത്താതെയും പ്രത്യാഘാതങ്ങൾ വകവെക്കാതെയും ത്രിഭാഷാ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നതും അതിന്റെ മറവില് ദ്വീപ് നിവാസികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട 2 ഭാഷകൾക്ക് നേരെ കോടാലി പ്രയോഗിക്കുന്നതും. ഈ സാഹചര്യത്തിലാണ് പ്രാദേശികതലത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയവും കൂടി പരിഗണിച്ചു വേണം ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാനെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. സ്വാഗതാർഹമാണ് കോടതിയുടെ ഇടപെടൽ. ലക്ഷദ്വീപ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ശർമ്മയുടെ മരണത്തെ തുടർന്ന് 2020 ഡിസംബറിൽ പ്രഫുല് പട്ടേല് അഡ്മിനിസ്ട്രേറ്ററായി അധികാരമേറ്റെടുത്ത അന്ന് തൊട്ട് കടുത്ത അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് ലക്ഷദ്വീപുകാര്. നൂറുകണക്കിന് അധ്യാപകരെ പിരിച്ചുവിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പ്രഫുല് പട്ടേലിന്റെ ഭരണരംഗത്തെ അരങ്ങേറ്റം. പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചായിരുന്നു കൂട്ടപിരിച്ചുവിടലിനെതിരായ പ്രതിഷേധങ്ങൾ ഭരണകൂടം നേരിട്ടത്. ദ്വീപിലേക്കുള്ള യാത്രികർക്ക് കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് ടെസ്റ്റും നിരീക്ഷണവും ഒഴിവാക്കി ടൂറിസ്റ്റുകൾക്ക് നിരുപാധികം സന്ദർശനത്തിന് അനുവാദം നൽകുക വഴി ദ്വീപില് കോവിഡ് രോഗം പരത്തുകയായിരുന്നു പ്രഫുല് പട്ടേലിന്റെ മറ്റൊരു നടപടി. കോവിഡിന്റെ 1ാം ഘട്ടത്തില് ഒറ്റ കോവിഡ് രോഗി പോലുമില്ലാത്ത ദ്വീപില് 2ാം ഘട്ടത്തില് 1000-ൽ-പരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. ടൂറിസത്തിന്റെ പേരില് മദ്യം വിളമ്പല്, കാലങ്ങളായി ജനങ്ങൾ കൃഷി ചെയ്തുവരുന്ന പണ്ടാരം ഭൂമി പിടിച്ചെടുക്കല്, സ്കൂള് ഭക്ഷണത്തിൽ നിന്ന് മാംസാഹാരം ഒഴിവാക്കല്, ഓലയും തേങ്ങയും പറമ്പില് കൂട്ടിയിടുന്നതിന് വിലക്ക്, കപ്പല് സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറക്കല് എന്നിങ്ങനെ നീളുന്നു പ്രഫുല് പട്ടേലിന്റെ ജനവിരുദ്ധ നീക്കങ്ങള്. കപ്പല് വഴിയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിത്യജീവിതത്തിലാവശ്യമായ മുഴുവന് സാധനങ്ങളും ദ്വീപിലെത്തിക്കുന്നത്. രോഗചികിത്സക്കും ഉപരിപഠനത്തിനും മറ്റുമുള്ള യാത്രക്കും ഏക ആശ്രയം കപ്പലാണ്. നേരത്തെ ആഴ്ചയിൽ 7 കപ്പല് സർവീസുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 മാത്രം. ദിവസങ്ങളോളം ആന്ധ്രോത്തിലെയും കവരത്തിയിലെയും ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുമ്പിൽ കാത്തുകെട്ടിക്കിടന്നാണ് ഇപ്പോൾ അത്യാവശ്യ യാത്രക്കാര് പോലും കപ്പല് യാത്രക്കുള്ള ടിക്കറ്റ് സമ്പാദിക്കുന്നത്. കടുത്ത വംശീയ വിവേചനമാണ് മഹല്,
അറബി ഭാഷകൾ എടുത്തുകളയൽ ഉൾപ്പെടെ മോദിയുടെയും അമിത് ഷായുടെയും ഇഷ്ടക്കാരനായ പ്രഫുല് പട്ടേലിന്റെ ഓരോ നടപടിയിലും നിഴലിച്ചു നിൽക്കുന്നത്